മിശിഹായിൽ പ്രിയമുള്ള ശാലോം ടി വി പ്രേക്ഷകരെ, ഇന്നേ ദിവസം ഈ ഫാമിലി കൗൺസിലിംഗ് പ്രോഗ്രാമിൽ കുട്ടികളുടെ പരിശീലനത്തിൽ ദമ്പതികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാമെന്നാണ് കരുതുക. ഒരിക്കലൊരു റവറൻഡ് സിസ്റ്റർ തൻ്റെ വിളിയെക്കുറിച്ച് സംസാരിച്ചു വന്നപ്പോൾ പങ്കുവെച്ച കാര്യം ഞാൻ ഓർക്കുകയാണ്. വളരെ കൊച്ചുനാളിൽ പുല്ല് പറിക്കാൻ അമ്മയുടെ കൂടെ പറമ്പിൽ പോയതാണ്. നല്ലൊരു പുഷ്പം കണ്ടപ്പോൾ അമ്മച്ചി ഇങ്ങോട്ട് നോക്കിച്ചേ, നല്ല ശേൽ എന്ന് പറഞ്ഞ് കൊച്ച് പറയാൻ തുടങ്ങിയപ്പോൾ അമ്മ വന്ന്, ആ നല്ല ശേലാണല്ലോ എന്ന് പറഞ്ഞ് ആ കൊച്ചിനെ കൊണ്ട് ആ പൂവ് പറിപ്പിക്കുകയാണ്. കൊച്ച് പറിക്കാൻ ആദ്യം മടി കാണിച്ചെങ്കിലും കൊച്ചിനെ അത് ആ പൂവ് ഇറുത്ത് കൊച്ചിനെ കയ്യിലെടുത്ത് നേരെ വീട്ടിലുള്ള തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ്. എന്നിട്ട് ആ അമ്മ ഒരു വാക്ക് പറഞ്ഞു, ഈ ലോകത്തിലെ എല്ലാ നല്ല കാര്യങ്ങളും ഈശോയ്ക്കുള്ളതാണ്. പൊന്നുമോള് നല്ലതല്ലേ, പൊന്നുമോള് ഈശോയ്ക്കുള്ളതാണ് കേട്ടോ എന്നൊരു വാക്ക് ഈ അമ്മയുടെ നാവിൽ നിന്ന് വന്നു. അത് ആ കുരുന്ന ഹൃദയത്തിൽ പതിഞ്ഞുവെന്നും അത് എൻ്റെ വിളിയെ തൊട്ടുണർത്തിയെന്നുമാണ് സിസ്റ്റർ അവകാശപ്പെടുക. ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നയിക്കുന്നതിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങളെന്ന് സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായി, ദമ്പതികളുടെ തങ്ങളുടെ കുട്ടികളുടെ ശിക്ഷണത്തെപ്പറ്റി ഏക അഭിപ്രായമുള്ളവരായിരിക്കണം. കുട്ടികളുടെ മുൻപിൽ വെച്ച് ഒരിക്കലും അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കരുത്. ഉണ്ടെങ്കിൽ തന്നെ പിന്നീട് നിങ്ങൾ പറഞ്ഞതൊക്കെ തീർക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ പ്രകടിപ്പിക്കുന്നത് കുട്ടികളിൽ അസ്വസ്ഥത സൃഷ്ടിക്കും എന്നുള്ള സംശയമില്ല. പ്രഭാഷകൻ്റെ പുസ്തകം 25:1 ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അവിടെ പറയാണ് ദമ്പതികൾ തമ്മിലുള്ള ലയം, ഭാര്യാഭർത്താക്കൾ തമ്മിലുള്ള ലയം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നായിരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ടതാണ് സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്, തങ്ങൾ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ ചെയ്യണമെന്ന് രണ്ടു പേർക്കും നിർബന്ധം ഉണ്ടായിരിക്കും. അമ്മ അങ്ങനെയൊക്കെ പറയും, നീ ഒന്നും ചെയ്യേണ്ടടി അപ്പം പറഞ്ഞാൽ പ്രശ്നമാണ്. രണ്ടുപേരും അങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്പം നിഷ്കർഷ പാലിക്കണം എന്നുള്ളതാണ് രണ്ടാമത് സൂചിപ്പിക്കുക. മൂന്നാമത്, ആഡംബരത്തിന് വേണ്ടി മാത്രം വസ്ത്രാഭരണങ്ങൾ ധരിച്ച് മറ്റുള്ളവരുടെ മുൻപ് പ്രത്യക്ഷപ്പെടുവാൻ കുട്ടികളെ അനുവദിക്കരുത്. കാണാൻ വേണ്ടി എല്ലാവരും കാണുന്ന വസ്ത്രം നല്ല വസ്ത്രം ധരിക്കണം, അല്ലാത്തപ്പം ചെറുതാണെങ്കിലും മതി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികൾക്ക് അറിയാതെ ചില ചിന്തകൾ അവരുടെ ഉള്ളിൽ കൊടുക്കുകയാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. നാലാമത്, കുട്ടികളുടെ പ്രായമനുസരിച്ച് സ്വയമേ കാര്യങ്ങൾ ചെയ്യുവാൻ അവരെ ഏൽപ്പിക്കണം. അവരുടെ പ്രായപക്വത അനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യണം. എല്ലാം അപ്പനും അമ്മയും ചെയ്തുകൊണ്ടിരിക്കരുത്. കൊച്ചിനോട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നത് ശരി തന്നെയല്ല. അഞ്ചാമത്, കുട്ടികളുടെ സ്വാഭാവിക വാസനകൾ കണക്കിലെടുത്ത് ദൈവവിളി സ്വീകരിക്കുവാൻ പൊതുസേവനങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കണം. നമ്മളവരെ ചെറുപ്പം മുതൽ കാണുന്നതാണ്. ഇപ്പോൾ ദൈവവിളിയുള്ളവരാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പൊതുവായ കാര്യങ്ങളൊക്കെ സേവനം ചെയ്യാനൊക്കെ അവർക്ക് നല്ല ഒരു പ്രചോദനം നൽകി മാതാപിതാക്കൾ സഹായിക്കണം. ഈ 4-5 ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആമുഖമായി സമർപ്പിക്കുകയാണ്. ഇനി നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ കേട്ടതാണ് നിമ്മി. കാസർഗോട്ട് നിന്നും ഷൈൻ എഴുതുന്ന കത്താണ് അച്ചായത്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, എൻ്റെ അച്ചായനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. അച്ചായൻ വാശിക്കാരനും ദേഷ്യക്കാരനുമാണ്. നല്ലതുപോലെ അധ്വാനിക്കുന്ന ഒരു കൃഷിക്കാരനാണ്. പണം ഉണ്ടാക്കുന്നതനുസരിച്ച് നശിപ്പിക്കുകയും ചെയ്യും. എൻ്റെ ഇളയ സഹോദരങ്ങളെല്ലാം പഠിക്കുകയാണ്. അച്ചായനെ ആരുപദേശിച്ചാലും അവരെ ചീത്ത വിളിക്കും. കുടുംബം അന്വേഷിക്കില്ല. എപ്പോഴും വീട്ടിലുള്ളവരുടെ കുറ്റം നാട്ടിലൂടെ പറഞ്ഞു നടക്കും. നന്നായിട്ട് പുകവലിക്കും. എന്തോ ഒരു പൈശാചിക സ്വഭാവം പോലെ തോന്നുന്നു. ആത്മഹത്യാശ്രമം നടത്തിയിട്ടുണ്ട്. അമ്മയെ ഉപദ്രവിക്കും. ഞാൻ ശാലോം ടി വി കാണാറുണ്ട്. അച്ഛനും ടീമംഗങ്ങളും എൻ്റെ അച്ചായന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഷൈനയുടെ വിഷമങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. പ്രാർത്ഥന തീർച്ചയായിട്ടും ഞങ്ങൾ കത്ത് ലഭിക്കുമ്പോഴും പിന്നീടും പ്രാർത്ഥിക്കുന്നുണ്ട്.
പക്ഷെ എനിക്കത് ഉറപ്പ് തരികയാണ്. എന്നാലിവിടെ അച്ചായൻ വാശിക്കാരനും ദേഷ്യക്കാരനുമാണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഇവിടെ പ്രാർത്ഥന ഫലം ചെയ്യും എന്നുള്ളതാണ്. ഷൈനിയും നന്നായിട്ട് അച്ചായന് വേണ്ടി പ്രാർത്ഥിക്കണം. ഷൈനിയുടെ വിശ്വാസത്തിലുള്ള പ്രാർത്ഥന ഫലം ചെയ്യും, അച്ചായന് മാറ്റം ഉണ്ടാകും എന്നുള്ള സംശയമില്ല. ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, ഇടിയുടെ പുത്രന്മാരെന്നറിയപ്പെടുന്ന യാക്കോബും യോഹന്നാനും ഈശോയുടെ സാന്നിധ്യവും ഈശോയുടെ ആ സൗഹൃദവും വഴിയായിട്ട് എന്തുമാത്രം ശാന്തരായി വിശുദ്ധരായി മാറി എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന ചരിത്ര വസ്തുതയാണ്. അതുകൊണ്ട് അച്ചായൻ്റെ സഭാബന്ധം ഷൈനി കത്തിനകത്ത് സൂചിപ്പിച്ചിട്ടില്ല. എങ്കിലും പള്ളിയിൽ പോകാനും കൂദാശ സ്വീകരിക്കുവാനും സ്നേഹത്തോടെ പ്രേരിപ്പിക്കണം. അച്ചായൻ്റെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ എന്ന് വിചാരിക്കാതെ സ്നേഹത്തോടെ പള്ളിയിലൊക്കെ പോകാനും. ചിലരുണ്ട് ഇങ്ങനെയുള്ളവർ മടിയാണ്, അവർക്ക് പള്ളിയിലോട്ട് പോകാനൊരു വിഷമം, ആളുകളൊക്കെ എന്നാ വിചാരിക്കും. അതിന് ഷൈനി തന്നെ അതിനെ പ്രേരിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏത് പൈശാചികതയും കർത്താവിൻ്റെ രക്തത്താൽ വിജയിക്കുവാൻ കഴിയും എന്നുള്ളതിന് സംശയമില്ല. ഈശോയുടെ രക്തം തളിച്ച് പ്രാർത്ഥിക്കുക, മാറ്റം ഉണ്ടാകും, ഉറപ്പാണ്. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 10-11 വാക്യങ്ങൾ പറയുന്നത് രക്തം തിന്മയുടെ മേൽ, അന്ധകാര ശക്തിയുടെ മേൽ വിജയം തരും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വചനം തെറ്റാവുകയില്ല. വചനം നമുക്ക് തരുന്ന ആ ബോധ്യം അനുസരിച്ച് നന്നായിട്ട് തിരുരക്തം തളിച്ച് ഈ അച്ചായന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹെബ്രായർക്കുള്ള ലേഖനം 9-ാം അധ്യായം 13-14 വാക്യങ്ങൾ പറയുന്നുണ്ട്, രക്തം നമ്മെ നിർജീവമായ പ്രവൃത്തികളിൽ നിന്നും വിശുദ്ധീകരിക്കും. ഈ പുകവലി, ധൂർത്ത് എന്നൊക്കെ നിർജീവ പ്രവൃത്തികളാണ്. അപ്പോൾ അതുകൊണ്ട് അവയിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ ഈശോയുടെ തിരുരക്തത്തിന് വലിയ ശക്തിയുണ്ട്. ധാരാളം അനുഭവങ്ങളുണ്ട്, ഞാൻ പങ്കുവെക്കുന്നില്ല. അതുകൊണ്ട് വിശ്വാസത്തോടു കൂടി ഷൈനി പ്രാർത്ഥിക്കുക, ഒരിക്കലും നിരാശപ്പെടരുത്. പിന്നെ പറ്റുമെങ്കിൽ സ്നേഹത്തോടെ നല്ല നേരം നോക്കിയൊക്കെ പറഞ്ഞ് ഒരു ധ്യാനത്തിന് വിടുന്നത് നല്ലതാണ് എന്നെനിക്ക് അഭിപ്രായമുണ്ട്. വേണ്ടി വന്ന മോളൂടെ കൂടെ പോവുകയും അങ്ങനെ ആ ധ്യാനം ഫലദായകമാകുവാൻ സഹായിക്കുകയും ആവുകയും ചെയ്യാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് നിമിക്ക് ഇതേപ്പറ്റി പറയാനുള്ളത്? അച്ചായൻ നല്ല കൃഷിക്കാരനൊക്കെയാണ്, അധ്വാനിക്കുകയും ചെയ്യും. പിന്നെ അധ്വാനിച്ചു കിട്ടുന്ന പണം അതേപോലെ തന്നെ ചില ദൂർത്തടിക്കുമെന്നാണ് മകൾ പറയുന്നത്. പക്ഷേ പിന്നെ മക്കൾ നന്നായിട്ട്, മക്കളും അമ്മയും അവർ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ സംബന്ധിക്കുക. ഈ അപ്പനെ കൂടി ഏതെങ്കിലും വിധത്തിൽ സ്നേഹത്തോടെ സഹകരിപ്പിക്കാൻ ശ്രമിക്കുക. പിന്നെ വാശിക്കാരനും ദേഷ്യക്കാരനും ഒക്കെ ആയതുകൊണ്ട് ചിലപ്പം പ്രാർത്ഥനയിൽ സംബന്ധിക്കത്തില്ലായിരിക്കാം, എങ്കിലും ഇവരുടെ പ്രാർത്ഥന ഫലം ചെയ്യും. പ്രാർത്ഥനയുടെ ശക്തി അസാധാരണമാണല്ലോ. ഏത് കാര്യത്തെയും പ്രാർത്ഥന കൊണ്ട് നമുക്ക് വിജയം വരിക്കാൻ സാധിക്കും. അപ്പം ഈ അപ്പന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. പിന്നെ കുടുംബത്തിൻ്റെ ഭാവിയെപ്പറ്റി കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണം. അപ്പൻ ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ മക്കളെ, അനിയത്തിയെ ഒന്നും നോക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ കാര്യം നടക്കുന്നില്ല, അമ്മയെ ഉപദ്രവിക്കുന്നു. അപ്പം അപ്പനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകം ഇവർ മദ്യപാനത്തിനുള്ള ചികിത്സ ഇപ്പം നമ്മുടെ അതിരൂപതയിലൊക്കെ ക്ലിനിക്കുകളൊക്കെ ഉണ്ട്. അപ്പനെ ആ ക്ലിനിക്കിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ പരിശ്രമിക്കുക. പിന്നെ തിരുരക്തം, അച്ഛൻ പറഞ്ഞതുപോലെ തിരുരക്തത്തിന് വളരെയേറെ ശക്തിയാണ്. തിരുമുറിവിനാൽ സൗഖ്യം നൽകും. അപ്പോൾ അപ്പനെ സമർപ്പിച്ച് ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് എല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പം ആ മകൾക്കും കുടുംബത്തിനും, അതായത് അമ്മയ്ക്കും മറ്റു സഹോദരങ്ങൾക്കും എല്ലാവർക്കും കൂടി അപ്പനെ നേടുവാൻ സാധിക്കും. അപ്പോൾ അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതാണ് എനിക്ക് ഏറ്റവും മുഖ്യമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ നിമ്മി പ്രധാനമായിട്ടും പറയുന്നത് കുടുംബ പ്രാർത്ഥനയിൽ കൂടുതൽ സജീവമാകണം. ചാവറയച്ചൻ പറയുന്നുണ്ടല്ലോ, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കും. അപ്പം കുടുംബ പ്രാർത്ഥനയ്ക്ക് കുടുംബത്തിലെ വിശുദ്ധ കുർബാനയാണ് എന്നാണ് പറയുക. അപ്പം അതുകൊണ്ട് അതിനുവേണ്ടി കൂടുതൽ പ്രേരിപ്പിക്കുക. അതോടൊപ്പം തന്നെ വേണ്ടി വന്നാൽ ചികിത്സാ രീതികളും തേടണം എന്നുള്ളതാണ് നിമ്മയുടെ അഭിപ്രായം. ടോമിഷൻ എന്ത് പറയുന്നു? അതിനകത്ത് പോസിറ്റീവായിട്ട് ചിലത് കാണാനുള്ളത്, നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരു നല്ല കർഷകൻ, പുകവലിക്കും, ദേഷ്യക്കാരനാണ്, ഇതൊക്കെയാണ് അങ്ങനെ പറ്റിയുള്ള ആരോപണം. പിന്നെ
ഉണ്ടാക്കുന്ന പൈസ നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വ്യക്തമാകുന്നില്ല. പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഒരു നന്മ ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതിനകത്ത് നഷ്ടമുണ്ടാകുന്നതാണോ എന്ന് നമുക്കറിയില്ല. എങ്ങനെയോ നശിപ്പിച്ച് കളയുന്നു എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. ഒരു കാര്യം എനിക്ക് അതിനകത്ത് പോസിറ്റീവായിട്ട് തോന്നുന്നത്, മക്കളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പം മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്. ദേഷ്യക്കാരനാണ്, കണ്ടവാനം പുകവലിക്കുന്നുണ്ട്, അമ്മയെ ഉപദ്രവിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ആ മനുഷ്യനിൽ നന്മയുണ്ട്. അച്ഛൻ പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ അടിവരയിട്ട് പറയാം, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ഫലം ചെയ്യും. വിശ്വസിക്കണം. എൻ്റെ അപ്പന് മാറ്റമുണ്ടാകും, എൻ്റെ കുടുംബം സന്തോഷമാകും, സമാധാനമാകും, അത് ചെയ്തു തരാൻ എൻ്റെ കർത്താവിന് കഴിയും. ഈ ബോധ്യത്തോടു കൂടി പ്രാർത്ഥിക്കണം. നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്ന വിശ്വാസമില്ലാത്ത പ്രാർത്ഥന പലപ്പോഴും ഫലം ചെയ്യാറില്ല. ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട്. കാരണം ഈ പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്ന ഉത്തമ ബോധ്യമില്ലെങ്കിൽ പലപ്പോഴും പ്രാർത്ഥന ഫലം ചെയ്യില്ല. അപ്പോൾ ആ ബോധ്യത്തോടു കൂടി ഞാൻ വിളിക്കുന്നത് എൻ്റെ തമ്പുരാനെയാണെന്നും എൻ്റെ തമ്പുരാൻ ഈ പ്രപഞ്ചത്തിൻ്റെ സകലത്തിൻ്റെ അധിപനാണെന്നും അവനിത് മാറ്റിത്തരാൻ പറ്റും എന്ന് ഉറപ്പായ വിശ്വാസവും ബോധ്യവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥന ഫലം ചെയ്യും. ഈ അച്ചായനിൽ വേറെ വലിയ ദൂഷ്യഫലങ്ങളൊന്നുമില്ല, നിസ്സാര ചില കാര്യങ്ങളേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കാനായിട്ട് നിമ്മി പറഞ്ഞതുപോലെ കുടുംബ പ്രാർത്ഥനയ്ക്കും ബലിയർപ്പണത്തിനും ഒക്കെ അത് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രിയപ്പെട്ട മക്കളും ജീവിത പങ്കാളിയും സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ ദേവാലയത്തിൽ അവർ പോകണം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. വിശുദ്ധ കുർബാനയിൽ ഈ അപ്പനെ സമർപ്പിക്കുന്നേ, ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ എന്ന ആ ബലിവസ്തുക്കളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവാസിക്കുമ്പം ബലിവസ്തുവായിട്ട് നിങ്ങളുടെ അപ്പൻ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വിശുദ്ധീകരിക്കപ്പെടും അപ്പൻ. അപ്പോൾ ആ ബോധ്യത്തോടു കൂടി ബലിയർപ്പണത്തിൽ പങ്കുചേരാനും തിരുരക്തം അച്ഛൻ പറഞ്ഞ പോലെ തിരുരക്തവും തിരുശരീരവും ഈ അപ്പൻ്റേത് എല്ലാ അവസ്ഥകളിൽ നിന്നും മാറ്റി വിശുദ്ധീകരിച്ച് ദൈവമനുഷ്യനായിട്ട് മനുഷ്യനെ രൂപത്തിയെടുക്കാൻ വിശുദ്ധ കുർബാനയ്ക്ക് സാധിക്കും, ബലിയർപ്പണത്തിന് സാധിക്കും, ഇവരുടെ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. ഉത്തമ വിശ്വാസത്തോടെ ഒരു നല്ല ക്രൈസ്തവ കുടുംബമല്ലേ, മുന്നോട്ട് പോക്കോ, ഉറപ്പായിട്ടും ദൈവം നിങ്ങൾക്ക് കൂടുതൽ തരും, അനുഗ്രഹത്തിൻ്റെതായ ജീവിതം തിരിച്ചു തരും. നമുക്ക് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ടോമിച്ചൻ്റെ അഭിപ്രായത്തിൽ വിശ്വാസത്തോടു കൂടി വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, തമ്പുരാൻ തരും എന്ന ബോധ്യത്തോടു കൂടി പ്രാർത്ഥിക്കുക. അപ്പോൾ കൂടുതലായ ഫലം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ടോമിച്ചൻ എൻ്റെ പോസിറ്റീവ് സൈഡ് കാണാൻ ശ്രമിക്കുകയുണ്ടായി. അച്ചായന് വളരെയേറെ ദുശീലങ്ങളില്ല, പിന്നെയുള്ള നീക്കേണ്ടതാണ്. എന്നാൽ അതിനു വേണ്ടി സ്നേഹം കൊടുത്ത്, അല്ലേ, കുറച്ചുകൂടെ സ്നേഹം കൊടുത്ത് അച്ചായനെ കൂടെ ഉൾക്കൊണ്ട് മുൻപോട്ട് പോകാനും ദേഷ്യവും വാശിയൊക്കെ ഇല്ലാത്ത സമയങ്ങളിൽ മക്കൾക്ക് കുറച്ചടുത്ത് പെരുമാറാനും അങ്ങനെ മുമ്പോട്ട് പോകാനും വളരെയേറെ സാധിക്കും എന്നുള്ള ഒരു ബോധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഷൈനി അതുകൊണ്ട് പ്രാർത്ഥനയിൽ വളരെ സജീവമാകണം. മറ്റ് സഹോദരങ്ങളോടൊക്കെ പറഞ്ഞ്, ജീവിത പങ്കാളിയോടും കൂടെ പറഞ്ഞ് പ്രാർത്ഥന സൂചിപ്പിച്ചതുപോലെ പറ്റുന്നിടത്തോളം എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിച്ച് അച്ചായന് വേണ്ടി തന്നെ കാഴ്ചവെച്ച് മുമ്പോട്ട് പോകണം. ഞങ്ങളും തീർച്ചയായിട്ടും ഷൈനിക്ക് വേണ്ടി അച്ചായന് വേണ്ടിയും പ്രാർത്ഥിച്ചു കൊള്ളാം. അടുത്ത കത്തിലേക്ക് കിടന്നാലോ? അടുത്ത കത്ത് ശ്രീലക്ഷ്മി എന്ന ഒരു സഹോദരി എഴുതിയിരിക്കുന്നതാണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, എൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. എൻ്റെ വിവാഹത്തിലൂടെ എനിക്കുണ്ടായ വിഷമതകളാണ് പറയുവാനുള്ളത്. ഉചിതമായ മറുപടിയും പ്രാർത്ഥനയും തന്നെ എന്നെ സഹായിക്കണമേ. വിവാഹ ദിവസം മുതൽ ഭർത്താവിനു എന്നെ ഇഷ്ടമില്ലായിരുന്നു. ജ്യേഷ്ഠത്തിയോടായിരുന്നു ഇഷ്ടം. വിവാഹം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഉപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തി. കാരണം എനിക്ക് സൗന്ദര്യമില്ല, വിവരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും തെറി വിളിക്കും. ഞാൻ എന്തു ചെയ്താലും അതെല്ലാം കുറ്റം. ഇതിനെല്ലാം അമ്മയും ജ്യേഷ്ഠത്തിയും കൂട്ടുനിൽക്കും. എന്തു പറഞ്ഞാലും ഞാൻ മറുപടി പറയാറില്ല. ഹൃദയം പൊട്ടുന്ന വേദനയാൽ കണ്ണുനീർ മാത്രം. ഭർത്താവിന് പല സ്ത്രീകളുമായും തെറ്റായ ബന്ധങ്ങളുണ്ട്. ഞാൻ ഗർഭിണിയായപ്പോൾ പ്രശ്നം കൂടുതൽ വഷളായി. കുഞ്ഞിനെ കളയണം എന്ന് വാശി പിടിച്ചു. പക്ഷേ ഞാൻ കളഞ്ഞില്ല. വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഭർത്താവ് കൂട്ടാക്കിയില്ല. കുടുംബാംഗങ്ങൾ ആരും അദ്ദേഹത്തെ തിരുത്താറില്ല. പലരും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുവാൻ ശ്രമിച്ചു. എങ്കിലും പ്രശ്നങ്ങൾ വഷളാവുകയാണ് ചെയ്യുന്നത്. ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. ഈ സാഹചര്യത്തിൽ ഞാൻ എന്തു ചെയ്യണം? ആവശ്യമായ നിർദ്ദേശങ്ങൾ പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും
ശ്രീലക്ഷ്മിയുടെ വിഷമം മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പൊതുവായിട്ട് ഒരു സന്തോഷമായിട്ട് തോന്നുന്നത്, അദ്ദേഹം ഒരു അന്യസമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. അങ്ങനെയുള്ളവരും ശാലോം TV കാണുകയും അതിലൂടെ ഉപകാരം എടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൽ നമുക്ക് തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട്. വിവാഹം കഴിഞ്ഞപ്പോഴേ ഭർത്താവിന് ഇഷ്ടമില്ല എന്നറിഞ്ഞാൽ ആർക്കാണ് വിഷമം ഉണ്ടാകുന്നത്? സ്വാഭാവികമായിട്ട് ഒത്തിരി പ്രതീക്ഷയോടെയാണ് വിവാഹം കഴിക്കുന്നത്. അന്നേരം കഴിഞ്ഞാൽ ഇഷ്ടമില്ല എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അത് ആർക്കും വിഷമം ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഏതായാലും വഴക്കൊന്നും ഉണ്ടാകാതെ രംഗം ശാന്തമായിട്ട് സൂക്ഷിക്കുന്നതിൽ ഞാൻ ശ്രീലക്ഷ്മിയെ അഭിനന്ദിക്കുകയാണ്. ശാന്തതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വലിയ കാര്യമാണ്. ഈ കുഞ്ഞിനെ കളയാതെ സൂക്ഷിച്ചതും ഒത്തിരി നന്മ ശ്രീലക്ഷ്മിക്കുണ്ട് എന്നുള്ളതിനൊരു വലിയ തെളിവാണ്. പ്രശ്നപരിഹാരത്തിനായിട്ട് പ്രാർത്ഥന തുടരുക. ശ്രീലക്ഷ്മി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ശ്രീലക്ഷ്മി സൂചിപ്പിക്കുകയുണ്ടായി. ആ പ്രാർത്ഥന തുടരണം, അത് നിർത്തേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സാധിക്കുമെങ്കിൽ രണ്ടുപേരും കൂടി ഒരു ഫാമിലി കൗൺസിലിങ്ങിന് പോവുക. അതായത് നമുക്ക് പ്രത്യേകിച്ച് ഒരു മതത്തോടും ബന്ധപ്പെടാത്തതാണ് ഈ ഫാമിലി കൗൺസിലിംഗ്. കുടുംബ കൗൺസിലിംഗ് എന്നേ ഉള്ളൂ. അങ്ങനെയുള്ള കുടുംബ കൗൺസിലിംഗ് നടത്തുന്ന ധാരാളം സെൻറ്റേഴ്സ് ഉണ്ട് ഇന്ന് കേരളത്തിൽ. അപ്പം അദ്ദേഹത്തെ ഒന്ന് പ്രേരിപ്പിച്ച് വിവാഹ കൗൺസിലിങ്ങിന് പോകുന്നത് വളരെ നല്ലതാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി സ്വയം മാറുവാൻ അത് സഹായിക്കും. ശ്രീലക്ഷ്മി പറഞ്ഞുകൊടുത്ത് മാറുമ്പോൾ ചില പുരുഷന്മാരെ അത് സ്വീകരിക്കില്ല, കാരണം ഈഗോ പ്രശ്നമൊക്കെ ഉണ്ട്. ഒരു കൗൺസിലിങ്ങിന് പോകുമ്പോൾ കൗൺസിലർ കാര്യങ്ങൾ കേട്ടിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് മെച്ചമുണ്ടാകും എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുപോലെ സ്നേഹത്തോടെ അതിനായിട്ട് നിർബന്ധിക്കുന്നത് നല്ലതാണ്. ശ്രീലക്ഷ്മി വളരെ നല്ല ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ കത്തിൽ നിന്നും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ശ്രീലക്ഷ്മിക്ക് അദ്ദേഹത്തെ സ്നേഹിച്ച് കയ്യിലെടുക്കാം. ദൈവം ഈശ്വരൻ ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് പതറാതെ പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോകണം എന്നാണ് എനിക്കതേപ്പറ്റി പറയാനുള്ളത്. അതുപോലെ ദൈവത്തെ പ്രത്യാശ അർപ്പിക്കുക, ഇതാണ് എനിക്ക് ശ്രീലക്ഷ്മിയോട് പറയാനുള്ളത്. ടോമിഷൻ എന്ത് പറയുന്നു? തീർച്ചയായിട്ടും ആ പേരിന് തക്കവണ്ണമുള്ള നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീലക്ഷ്മി. ലക്ഷ്മി എന്ന പദത്തിനൊരു വലിയ അർത്ഥമുണ്ടല്ലോ. അതനുസരിച്ചിട്ട് ജീവിതത്തെ ക്രമപ്പെടുത്താൻ സഹോദരി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊരു സന്തോഷകരമായ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. തീർച്ചയായിട്ടും പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിലൊക്കെ പതറാതെ നിൽക്കുകയും പ്രാർത്ഥനയിൽ ഫലം കണ്ടെത്താമെന്ന് വിശ്വസിക്കുകയും തീർച്ചയായിട്ടും ശാലോം പോലുള്ള നല്ല ടെലിവിഷൻ കാണുകയും അതിൽ വഴിയായിട്ട് എനിക്കൊരു മാറ്റം ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നതൊക്കെ ഒത്തിരി പോസിറ്റീവ് സൈഡുകളാണ്. തീർച്ചയായിട്ടും അതിനൊക്കെ ദൈവം പ്രതിഫലം തരും എന്ന് ഉറപ്പായി ഞങ്ങൾ വിശ്വസിക്കുകയും, ഞങ്ങൾ ആദ്യമായിട്ട് പറയട്ടെ, ശ്രീലക്ഷ്മിയുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. ഇനി എനിക്ക് ശ്രീലക്ഷ്മിയോട് പറയാനുള്ള മറ്റൊരു കാര്യം, ഈ ഒരു സ്ത്രീ നിരൂപിച്ചാൽ ആ ഭർത്താവിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം. അതിന് ബൈബിൾ പറയുന്ന ചില ഇത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ ബൈബിളിനകത്തൊരു പുസ്തകം പത്രോസ്ലിയ എഴുതിയൊരു ലേഖനഭാഗമുണ്ട്. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള 6 മുതലുള്ള വാക്യങ്ങളിൽ ഇതുപോലെ വരുന്ന ഭർത്താക്കന്മാരെ ഭാര്യമാർക്ക് എങ്ങനെ നേരിടാമെന്നൊരു സൂചന കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഇങ്ങനെയാണ് പറയാം: ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വിശ്വാസമില്ലാത്ത, വചനം അനുസരിക്കാത്തവരെന്ന് അതിനകത്ത് പറയുന്നത്, ദൈവവിശ്വാസമില്ലാത്ത ആളാണെങ്കിൽ, വചനം അനുസരിക്കാത്ത ആളാണെങ്കിൽ നിങ്ങളുടെ നിർമ്മലമായ നടപടി കണ്ട് ആ മനുഷ്യനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ഭാര്യമാർക്ക് കഴിയുമെന്ന് തന്നെ തീർത്തും പറഞ്ഞു വെച്ചിട്ടുണ്ട്. കഴിയും, യു ക്യാൻ. തീർച്ചയായിട്ടും നിർമ്മലമായ നടപടി, അത് ഉത്തമ ബോധ്യത്തോടു കൂടി വിശ്വാസത്തോടു കൂടിയുള്ള ആ നടപടിയിലെ സ്നേഹം കൊടുത്താൽ അതിനെ കീഴടക്കാൻ വയ്യാത്ത ഒന്നും ലോകത്തില്ല. ഈ ഭർത്താവിന് ആദ്യം മുതൽ തന്നെ പ്രശ്നമുണ്ടെങ്കിലും സ്നേഹം കൊണ്ട് പൊറുതി മുട്ടിക്കണം. അവിടെ മാത്രമേ ആ മനുഷ്യനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സ്നേഹിക്കണം. ഈ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിൽ ഹൃദയം കൊണ്ട് സ്നേഹമില്ലാതെ സ്നേഹിച്ചാൽ ആ സ്നേഹം നമ്മൾ ആർക്കു വേണ്ടി ആരെ സ്നേഹിക്കുന്നു അത് അയാൾക്ക് എഫക്റ്റ് ചെയ്യത്തില്ല. ആദ്യമേ
ലക്ഷ്മി ഹൃദയത്തിൽ ഹസ്ബൻഡിനെ സ്നേഹിക്കണം. ഹൃദയം കൊണ്ട് ആ മനുഷ്യൻ്റെ പോരായ്മകളൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് സ്നേഹം കൊണ്ട് നിറഞ്ഞിട്ട് അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തിയാണ്. ഞങ്ങൾ പറയുമ്പം പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് അരൂപി, ദൈവാരൂപിയുടെ ഒരു നിറവാണ്. ആ നിറവിൽ നിന്നുകൊണ്ട് ഭർത്താവിനെ സ്നേഹിക്കാനും ഏതൊരു സ്റ്റെപ്പ് എടുത്താലും അതൊക്കെ ആ മനുഷ്യൻ്റെ ഹൃദയത്തെ തട്ടും. അതുകൊണ്ട് ലക്ഷ്മി, ഞങ്ങൾക്ക് പറയാനുള്ളത്, ലക്ഷ്മി തീർച്ചയായിട്ടും ഒത്തിരി നല്ല പോസിറ്റീവാണ്, എങ്കിൽ പോലും അല്പം കൂടെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വചനമനുസരിക്കാത്തയാളാണ്, ദൈവത്തിൽ വിശ്വസിക്കാത്തയാളാണ്. പക്ഷേ ലക്ഷ്മിയുടെ നിർമ്മലമായ നടപടി വഴിയായിട്ട് അദ്ദേഹത്തെ നേടിയെടുക്കാൻ പറ്റുമെന്ന് വേദപുസ്തകം ബോധ്യപ്പെടുത്തുന്നുണ്ട്. സാധിക്കുമെങ്കിൽ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ബൈബിളിനകത്തെ ആ ഭാഗം ഒന്നെടുത്ത് വായിക്കുന്നത് നല്ലതാണ്. പത്രോസിൻ്റെ ലേഖനം 1 ലേഖനം 3 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതൊന്ന് വായിച്ച് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് കഴിയുമ്പം നമുക്കതിനകത്ത് മതമാറ്റമൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. റിപ്പീറ്റ് ചെയ്ത് വായിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചില ബോധ്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് സ്നേഹം കൊടുക്കാൻ പറ്റും. സ്നേഹത്തിന് കീഴടക്കാൻ മേലാത്ത ഒന്നുമില്ല. ഭർത്താവിനെ നമുക്ക് കീഴടക്കാം. തീർച്ചയായിട്ടും പൊരുത്തക്കേടുകൾ സ്വാഭാവികമാണ്. മനുഷ്യ ജീവിതത്തിൽ എല്ലാവരിലും ഉണ്ട്, ഒരു തരത്തിലല്ല മറ്റൊരു തരത്തിലല്ലേ. ആ പൊരുത്തക്കേടുകളെ അതിജീവിച്ച് കീഴടക്കുക എന്നതാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. മനുഷ്യൻ്റെ ദൗത്യം അതാണ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കടമ അതാണ്. അതുകൊണ്ട് ആ വിധത്തിലെ സ്നേഹം കൊണ്ട് പൊരുത്തക്കേടിനെ കീഴടക്കി ഇതിൻ്റെ മേൽ ആധിപത്യം നേടി വിജയപ്രദമായ കുടുംബജീവിതത്തിന് ലക്ഷ്മിക്ക് സാധിക്കും. അത് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പെരുമാറ്റത്തിലൂടെ അദ്ദേഹത്തെ നേടിയെടുക്കണമെന്നുള്ളതാണ് ടോൺസൺ പ്രധാനമായിട്ടും സൂചിപ്പിച്ചത്. നിമ്മി എന്ത് പറയുന്നു? ഒരു പെൺകുട്ടി വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് തന്നെ വലിയ പ്രതീക്ഷകളുമായിട്ടാണ്. അപ്പോൾ ഈ വീട്ടിലേക്ക് വന്ന ദിവസം തൊട്ടേ ഇതിന് ദുഃഖങ്ങളാണ്. അവളെ ഇഷ്ടമില്ല. പിന്നെ ഇഷ്ടമില്ല എന്ന് പറയുമ്പം പിന്നെ ഇവളെ കണ്ടതിന് ശേഷമായിരിക്കുമല്ലോ ഇവൻ വിവാഹം ചെയ്തത്. പിന്നെ എന്താണ് ഇവന് ഇഷ്ടമില്ല എന്ന് പറയുന്നത്? ജ്യേഷ്ഠത്തിയുമായിട്ട് ഇവന് നേരത്തെ ബന്ധമുണ്ടായിരുന്നായിരിക്കാം, അതുകൊണ്ടായിരിക്കും. അതാ ഇത്രയും പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടായിട്ടു. അതായത് അമ്മ എതിരെ, ജ്യേഷ്ഠത്തി എതിരെ, ജ്യേഷ്ഠനും എതിരായിരിക്കുമല്ലോ. അപ്പം ഈ ഭർത്താവും എല്ലാവരും എതിരായിട്ടും അവളുടെ നല്ല തന്മയത്വത്തോടുകൂടി സമചിത്തതയോടുകൂടി ആ വീട്ടിൽ ജീവിക്കുന്നുണ്ട്. ഇതിൽ തന്നെ വളരെ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജീവിക്കുന്ന പെൺകുട്ടി പോലും ഇങ്ങനെ ചെയ്യാറില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ശ്രീലക്ഷ്മി അവിടെ നന്നായിട്ട് പെരുമാറുന്നുണ്ട്. അവളത് സഹിച്ചുകൊണ്ട് പോകുന്നു. പക്ഷേ പിന്നെ ഭർത്താവിനോട് പറയാനുള്ളത് അവളെ സ്നേഹിക്കണം എന്നാണ്. പക്ഷേ ഭർത്താവ് ഇത് കേൾക്കാൻ ഉണ്ടോ എന്നറിയത്തില്ല. ഇവൾ ശാലോം ടി വി കാണുന്ന ആളായതുകൊണ്ട് ഇവളോട് പറയാവുന്നത് ഭർത്താവിനെ ദൈവത്തിന് സമർപ്പിച്ച്, ഒരു ഈശ്വരനിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പം സ്നേഹം കൊടുക്കുക, പരമാവധി എന്തുമാത്രം സ്നേഹം കൊടുക്കുക. അവന് വേണ്ട എന്തെല്ലാം സേവനങ്ങൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇച്ചിരി സഹിച്ചാണെങ്കിലും, ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും ഇഷ്ടത്തോടുകൂടി അവനെ നേടിയെടുക്കാനുള്ള പരിശ്രമത്തിൽ നന്നായിട്ട് സ്നേഹിച്ച് എന്ന് വേണം പറയാൻ. വളരെ സഹനത്തോടുകൂടി തന്നെ അവൾക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ, പിന്നെ മാതാപിതാക്കളെയാണെങ്കിലും അവിടെ ആ വീട്ടിലുള്ള അമ്മയെ സ്നേഹിക്കുക. ജ്യേഷ്ഠത്തിക്കും പിന്നെ അമ്മയ്ക്കും എല്ലാം വേണ്ടത്ര സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ഇവളുടെ പെരുമാറ്റ രീതി കാണുമ്പോൾ തന്നെ അവർക്കൊരു വ്യത്യാസം കാണും. ഇത്രയൊക്കെ ഞങ്ങൾ അവളോട് പിന്നെ ക്രൂരമായി പെരുമാറിയിട്ടും അവൾ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ട എല്ലാം ചെയ്തു തരുന്നുണ്ട് എന്ന് വരുമ്പോൾ അവർക്ക് മാനസാന്തരം ഉണ്ടാകാം. അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഏത് മനുഷ്യൻ്റെ ഹൃദയമാണ് അലിയാത്തത്? കല്ലിനെയും അലിയിക്കാൻ സാധിക്കില്ല. അപ്പം സ്നേഹം കൊണ്ട് എന്തിനേയും കീഴടക്കാൻ എന്ന് പറയുന്നത് പോലെ അവൾ നന്നായിട്ട് ആ വീട്ടിൽ അവരെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ ഭർത്താവിനെ സമർപ്പിച്ച് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട്, അവൾ ഏത് ഈശ്വരനിലാണ് അത് ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയും സ്നേഹവും എല്ലാം അവൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ കാര്യത്തിന് പരിഹാരമുണ്ടാകും. അപ്പം ഞങ്ങളും സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് ഉറപ്പും തരുന്നു. ഇപ്പോൾ ശ്രീലക്ഷ്മിയെ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ പ്രത്യേക സാഹചര്യത്തിൽ വിഷമമൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്. എങ്കിലും എനിക്ക് ദൈവം തന്ന ജീവിത പങ്കാളിയാണ് ഇത് എന്ന ബോധ്യത്തോടു കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുകയും സ്നേഹം കൊടുക്കുവാനായിട്ട് പരിശ്രമിക്കുക. അത്ര എളുപ്പമല്ലെന്ന് ഉറപ്പുണ്ട്. കാരണം ഇങ്ങോട്ട് കിട്ടാതെ നമുക്ക് അങ്ങോട്ട് സ്നേഹം കൊടുക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഈ സാഹചര്യത്തിൽ ഭർത്താവിനും അമ്മച്ചിക്കും ചേട്ടത്തിക്കും എല്ലാം സ്നേഹം കൊടുക്കുക. സ്ത്രീയുടെ ജീവിതത്തിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. എങ്കിലും
ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നയാളാണ് ശ്രീലക്ഷ്മി. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് ആ കുടുംബത്തെ നേടുവാനായിട്ട് ദൈവം കൊണ്ടുവന്ന ആളാണ് ശ്രീലക്ഷ്മി എന്ന ബോധ്യത്തോടു കൂടി നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കണം. അതുപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു വിവാഹ കൗൺസിലിംഗ്, പ്രത്യേകിച്ച് അതൊരു ക്രിസ്ത്യൻ അറ്റ്മോസ്ഫിയറിലൊന്നും വേണ്ട, കാരണം അത് അദ്ദേഹം ചിലപ്പോൾ സ്വീകരിച്ചതുമല്ല. നമുക്ക് പൊതുവായിട്ട് ഇന്ന് മാരേജ് കൗൺസിലിംഗ്, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഉണ്ട്, കേരളത്തിൽ പല ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാനായിട്ട് പ്രേരിപ്പിക്കുകയും ഒരുപക്ഷെ അതിന് അദ്ദേഹം വില്ലിങ് ആവുകയാണെങ്കിൽ കാര്യങ്ങളൊന്ന് തുറന്നു വെക്കുവാനായിട്ട് ഒരുപക്ഷെ അതുവഴിയായിട്ട് ഇടയാകുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ചും ഈ കത്തിനകത്ത് സ്ഥലം പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ അടുത്തുള്ള സ്ഥലങ്ങൾ പറഞ്ഞു തരാൻ നിവൃത്തിയില്ല. ഏതായാലും നിങ്ങൾ തന്നെ അന്വേഷിച്ചാൽ അത് മനസ്സിലാവും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കേരളത്തിൽ പല സ്ഥലങ്ങളിലുണ്ട്. അതിനായിട്ട് ശ്രമിക്കണമെന്ന് സ്നേഹം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ രണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും സ്നേഹനിധിയുമായ പൊന്നുതമ്പുരാനെ, ഇന്ന് അങ്ങയുടെ തിരുമുമ്പാകെ ഞങ്ങൾ ഈ രണ്ട് കുടുംബങ്ങളെയും സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷൈനിയെയും പ്രിയപ്പെട്ട ശ്രീലക്ഷ്മിയെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ അങ്ങ് അറിയുന്നല്ലോ കർത്താവേ. ഈ നിമിഷം തന്നെ അങ്ങ് അവരോട് കൂടെ ആയിരിക്കണമേ. അവരോരോരുത്തരുടെയും ആ വിഷമ സാഹചര്യത്തിൽ അവരെ വിമോചിപ്പിക്കണമേ. അവരുടെ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുത്ത് പൂർണ്ണമായ കുടുംബത്തിൽ അങ്ങയുടെ രക്ഷയുടെ അനുഭവം ഉൾക്കൊള്ളുവാൻ അവരെ സഹായിക്കണമേ. ഇന്ന് ഈ TV-യിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.